ഹലോ കൂട്ടുകാരെ, ജസാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത്. ഇതിൽ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യണം. തെറ്റുകുറ്റങ്ങളൊക്കെ എന്നെ ക്ഷമിക്കണേ, ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഞാനിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരു ചെറിയ അവിയലും ബീൻസ് തോരനുമൊക്കെയാണ് ഞാനിന്നിവിടെ ചെയ്യുന്നത്. ഞങ്ങൾക്ക് കിച്ചൺ ഗാർഡൻ ഉണ്ട്. പിന്നെ ഞങ്ങൾ വയനാട് ബത്തേരിയിലുള്ളതാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് കൃഷിയാണ്. കൂടുതൽ പച്ചക്കറികളും ഞങ്ങളുടെ കൃഷിയിടങ്ങളിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് കിട്ടുന്നതാണ്. ഈ ബീൻസൊക്കെ നമ്മൾ തന്നെ നട്ട് വളർത്തി ഉണ്ടാക്കുന്നതാണ്. അതൊക്കെ അരിഞ്ഞ് വെക്കുകയാണ്. പച്ചക്കറിയും എല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി കഴുകി അവിയലിനുള്ളത് മുറിച്ച് വയ്ക്കുകയാണ്. ഇതിനിടയിൽ കുറച്ച് തുണി കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് വാഷിംഗ് മെഷീനിൽ. പിന്നെ അരിയാനുള്ളതൊക്കെ എടുത്ത് അരിയാണ്. ചേമ്പൊക്കെ നമ്മുടെ പറമ്പിലുണ്ട്. ചേമ്പും പപ്പായയും തക്കാളിയും എല്ലാം കൂടുതലും നമ്മുടെ തന്നെയാണ്. പച്ചക്കറികളൊക്കെ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി എടുത്ത് അടുപ്പത്തേക്ക് വെക്കുകയാണ്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത്. അവിയലുണ്ടാക്കാൻ അത്ര എക്സ്പെർട്ടൊന്നും അല്ല ഞാൻ. എന്നാലും മക്കൾക്ക് അവിയൽ വേണം എന്ന് പറഞ്ഞതുകൊണ്ട് അവിയലുണ്ടാക്കുകയാണ്. ഞങ്ങൾ കൂടുതൽ വീട്ടിൽ പച്ചക്കറിയൊക്കെ ഉപയോഗിക്കുന്നവരാണ്. നിങ്ങളൊക്കെ എന്താ ഈ പച്ചക്കറിയാണ് കൂടുതൽ കഴിക്കുന്നത്? അങ്ങനെ ഞാൻ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് അടുപ്പത്തേക്ക് വെച്ചു. അരപ്പിനുള്ളതൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോഴത്തേക്ക് എൻ്റെ തുണിയൊക്കെ ആയിരുന്നു. അതെടുത്ത് ഞാൻ വിരിച്ചിട്ടു. പിന്നെ എൻ്റെ കുഞ്ഞ് കിച്ചൺ ഗാർഡനിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഉണ്ട്. തക്കാളിയും വഴുതനങ്ങയും പച്ചമുളകും ഒക്കെ ഞാൻ നട്ട് വളർത്തുന്നുണ്ട്. കുറച്ച് മസ്റ്റാർഡിൻ്റെ ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് കഷ്ണമൊക്കെ വെന്തിരിക്കുന്നുണ്ട്. അതിലേക്ക് അരപ്പൊക്കെ അരച്ചൊഴിച്ച് കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അവിയലങ്ങനെ റെഡിയാക്കിയിരിക്കുകയാണ്. അതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ട് ഇനിയും ബീൻസ് തോരനുണ്ടാക്കുന്നതിനുള്ള റെഡിയാക്കാം. കടുക് വറുത്ത് ബീൻസ് ഉള്ളിയുമൊക്കെ അരിഞ്ഞ് വെച്ചത്, പച്ചമുളകൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് അത് ഉപ്പും ഒക്കെ ഇട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഇതിനിടയിൽ വീട്ടിലെ അല്ലാത്ത പണികൾക്കെല്ലാം പോയി വന്നു. അത് റെഡിയായി കുറച്ച് പപ്പടമൊക്കെ കാച്ചി അങ്ങനെ ചോറ് കഴിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഫുഡ് എല്ലാവർക്കും വിളമ്പി റെഡിയായി. അവർ കഴിച്ചു ഫുഡ്. അങ്ങനെ ഞാനും ഫുഡ് കഴിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലായ അവിയലും ബീൻസ് തോരനും പപ്പടവും അച്ചാറും എല്ലാം കൂട്ടി ഞാനും ഫുഡ് കഴിക്കുകയാണ്. നിങ്ങളെല്ലാവരും കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞാൻ ഇനി കിച്ചൺ ക്ലീനിങ്ങിലേക്ക് പോവാണ്. എല്ലാം ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. എനിക്കിന്ന് ഉച്ച കഴിഞ്ഞാണ് ഡ്യൂട്ടി ഉള്ളത്. അപ്പം 12:30 ആകുമ്പോഴത്തേക്ക് എനിക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങണം. അപ്പം അതിനു മുമ്പ് കിച്ചണിലെ വർക്കുകളൊക്കെ തീർക്കണം. കിച്ചണെല്ലാം ഒന്ന് റെഡിയാക്കി ക്ലീൻ ചെയ്ത സ്ഥലങ്ങളൊക്കെ നീറ്റാക്കി കിച്ചണൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടാൽ വൈകുന്നേരം വരുമ്പോൾ കിച്ചണിലേക്ക് കയറാൻ ഒരു ഫ്രഷായി കയറുന്നതിൻ്റെ ഒരു ഫീൽ ഉണ്ടാവും. അല്ലെങ്കിൽ വൃത്തിയുടെ കിടന്നാൽ അതൊരു മടിയാണ്. അതൊക്കെ കഴിഞ്ഞ് കിച്ചൺ ക്ലീനാക്കി എൻ്റെ കുഞ്ഞ് കിച്ചൺ ഗാർഡനിലേക്ക് പോയി കുറച്ച് വൈകുന്നേരത്തേക്ക് ബീൻസ് വഴുതനങ്ങയൊക്കെ പറിച്ച് വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ
ഞങ്ങളുടെ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ്. ചേട്ടൻ പുള്ളിക്ക് സുഖമില്ലാതെ കിടക്കുകയാണ്. ഒന്ന് കാണാൻ വേണ്ടി പോയി. ഞങ്ങൾ നീലഗിരി വയനാട് ബോർഡറിലാണ് താമസിക്കുന്നത്. അവരുടെ കുഞ്ഞ് തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം ചേട്ടായിനെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് അവിടുന്ന് കുറച്ച് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഞങ്ങളുടെ തറവാട്ടിലേക്ക് പോവാണ്. ഇവരുടെ വീടിനടുത്തായിട്ടാണ് ഞങ്ങളുടെ തറവാടുള്ളത്. ഞങ്ങൾക്കും തേയിലത്തോട്ടമൊക്കെയാണ് ഉള്ളത്. തേയിലയും കാപ്പിയും കുരുമുളകും അങ്ങനത്തെ കൃഷികളെല്ലാം ഉണ്ട്. ഞങ്ങളുടെ സ്ഥലമൊക്കെ കാണാൻ വളരെ ഭംഗിയുള്ളതാണ്. വയനാട്ടിലേക്ക് വരുന്നവർക്ക് ഞങ്ങളുടെ വീട് വന്ന് കാണാം. വളരെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഞങ്ങളുടെ മമ്മിക്ക് കുറച്ച് പൂന്തോട്ടമൊക്കെ ഉണ്ട്, ഗാർഡനൊക്കെ ഉണ്ട്. കൃഷി പൂക്കളൊക്കെ ഇതെല്ലാം മമ്മി നട്ട് വളർത്തുന്ന പൂക്കളാണ്. ഒരുപാട് വെറൈറ്റി ഇല ചെടികളും പൂക്കളുള്ളതും എല്ലാം ഉണ്ട്. മമ്മീൻ്റെ കയ്യിൽ കുറേ കളക്ഷൻസ് ഉണ്ട്. ആന്തൂര്യത്തിൻ്റെയൊക്കെ നിറയെ ഉണ്ടായിരുന്നു. ഞാൻ വന്ന സമയത്തൊക്കെ നിറയെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ നോക്കാൻ ആരും ഇല്ല. പ്രത്യേകിച്ച് മമ്മി ഇവിടെ തറവാട്ടിൽ ആണ് താമസിക്കുന്നത്. ഇപ്പോൾ ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകൾ കാരണം വലുതായിട്ട് ചെടിയൊന്നും കെയർ ചെയ്യുന്നില്ല. എങ്കിലും അത്യാവശ്യം നല്ല ഒരു പൂന്തോട്ടം മമ്മിക്ക് ഉണ്ട്. വീട്ടിൽ ചെല്ലുമ്പോൾ ഈ ചെടികളൊക്കെ ഒന്ന് കാണുക, അതൊന്ന് ആലോചിക്കുക എന്നുള്ളതൊക്കെ ഒരു രസമാണ്. അതൊക്കെ ഒന്ന് കണ്ട് നോക്കി തൊട്ട് നോക്കി അങ്ങനെ മമ്മീൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ചായയൊക്കെ കുടിച്ച് മമ്മി അവിടെ വീട്ടിൽ സ്നാക്സൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്. അതൊക്കെ കഴിച്ച് മുറ്റത്തൂടെ നടന്ന് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് പൂക്കളൊക്കെ കാണുമ്പോൾ നല്ല ഇഷ്ടമാണ്. എനിക്ക് തിരിച്ചു പോകണം. എനിക്ക് 12:30 പോകാനുള്ളതായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ മമ്മിയോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. എൻ്റെ ഈ ചെറിയ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.